ദൈവമേ, എൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെ ഒരുത്തനുണ്ട്, ഒരു പണിക്കും പോകാതെ പെരയ്ക്കാതെ കയറി കുത്തിയിരിപ്പാ മുടിഞ്ഞ കാല്. ഇയാളിങ്ങനെ ഇവിടെ കുത്തിയിരുന്നോ? പണിക്കും പോകണ്ട, എങ്ങും പോകണ്ട. തൊഴിലുറപ്പാണ് 2 ദിവസം കൂടെ ഉള്ളിനി. ഈ വീട്ടിൽ എങ്ങനെ കഞ്ഞി വെക്കും നിങ്ങൾക്ക് വല്ല വിചാരം ഉണ്ടോ? അയ്യോ, ഇത് ആരെയും കയറി വരുന്നത്? ബെന്റിയണല്ലേ? അണ്ണൻ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? എപ്പോഴും വിചാരിക്കുക ഇറങ്ങണമെന്ന്, സമയം കിട്ടണ്ടേ? അളിയാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പണിയൊന്നും ഇല്ലേ? ഓ, അങ്ങനെ ഇവിടെ കുത്തിയിരിപ്പാ. അണ്ണ ഇരിക്കുക, ഞാൻ ചായ എടുക്കാം. അല്ലളിയാ, ശരിക്കും എന്നാ പ്രശ്നം? ഓ, എന്നാ പറയാന്, നടുവൊന്നും കിട്ടിയ ഇപ്പൊ ഒരു പണിക്കും പോകാൻ പറ്റുന്നില്ല. ഞാൻ അളിയനെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. എനിക്ക് കാശിന്റെ ആവശ്യമുണ്ട്, ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിട്ട്. എന്താ ബിസിനസ്? ഈ കോഴിയുടെ ഒക്കെ ബിസിനസ് ഇല്ലേ, അത് ചെയ്യാൻ വേണ്ടിട്ട്. എങ്ങനെയുണ്ട്? അത് കൊള്ളാം. അളിയൻ എനിക്കൊരു 15,000 രൂപ തന്നു. കൃത്യം 8ാം മാസം ആകുമ്പോ 50,000 രൂപയായിട്ട് ഞാനത് അളിയന് തിരിച്ചു. എങ്ങനെയുണ്ട്? അണ്ണാ, നാത്തൂന് പിള്ളേരൊക്കെ എന്തെടുക്കുന്നേ? എല്ലാരും അവിടെ ഉണ്ട് പെണ്ണെ. ഞാനേ നമ്മുടെ സാറാ കൊച്ചന്റെ വീട്ടിലൊന്ന് പോയിട്ട് അളിയാ. ഓ, അണ്ണന്റെ ഒരു പത്രാസ് കണ്ട, വെള്ള ഷർട്ടും ചെരുപ്പും കണ്ടുപടി. ആണുങ്ങൾ അങ്ങനെ എന്നാ പത്രാസ്, ഇനി ഒരു 8 മാസം കഴിയട്ടെ, അതിനേക്കാൾ അടിപൊളിയായിട്ട് ഞാൻ ഇവിടെ നടക്കും. നിങ്ങളല്ലേ? നടക്കും. നീ അവിടെ തന്നെ എടി, അളിയൻ എനിക്ക് കുറച്ച് പൈസ തരാന്ന് പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് കോഴിയെ പിടിച്ചു വളർത്താൻ പോകും. ആഹാ, അത് കൊള്ളാലോ. ആ കാശ് കൊടുത്ത് നിങ്ങൾ കോഴിയെ വെച്ചിട്ട് എന്തെടുക്കാനാ? ആ കൊള്ളാം, എന്ത് ചെയ്യാൻ പോണെന്നോ? എടി, ഈ കോഴിയെല്ലാം കൂടെ മുട്ടയിട്ട് അങ്ങ് പെരുകും. നിനക്ക് ആ തൊഴിലുറപ്പ് സ്ഥലത്ത് ചെയ്തിട്ട് ആ സർളയ്ക്ക് കുഞ്ഞു മുട്ട കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ കുറെ വിറ്റ് പോകുമല്ലോ. സർളയ്ക്കും കുഞ്ഞുമൊക്കെ ഒന്നും കൊടുക്കണ്ട, അവളൊക്കെ തൊഴിലുറപ്പ് സ്ഥലത്ത് വേറെ ഗ്രൂപ്പാ. ഓ, പിന്നെ കൊള്ളാം. ഈ തൊഴിലുറപ്പാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോണത് അവിടെ പണിയെടുക്കാൻ വേണ്ടിട്ടൊന്നും അല്ലല്ലോ. ആ, അത് പോട്ടെ. എടി, അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഈ കോഴിനെല്ലാം കൊണ്ടിരുന്നു. അയ്യോ, എന്നിട്ട് എന്ത് ചെയ്യും? എടി, ഇനിയല്ലേ കാര്യം കിടക്കുന്നത്. ഞാൻ ഈ കോഴിനെ എല്ലാം കൂടെ കൊണ്ട് കൊടുത്തിട്ട് 4 ആടിനെ മേടിക്കും. ആടോ? ആ, നല്ല ജംനാപ്പായി. എടി, ആട് 6 മാസം കൊണ്ട് പ്രസവിക്കുമല്ലോ, പിന്നെ പാലാവും. ആട്ടുംപാല് നല്ല ഔഷധ ഗുണമാണല്ലോ. നമ്മുടെ ഗൾഫുകാരന്റെ പെണ്ണുമ്പോൾ പ്രസവിച്ചു കിടക്കുന്നത് അവർക്കും കൊണ്ട് കൊടുക്കണം. അപ്പുറത്തെ വീട്ടിലെ കൊണ്ട് കൊടുക്കണം. അതൊക്കെ നീ നോക്കിക്കോണം. അത് ഞാൻ ഏറ്റു. പക്ഷെ പാല് വിറ്റ് കിട്ടുന്ന കാശ് നിങ്ങൾക്ക് ഞാൻ തരത്തില്ല. എനിക്കൊരു മാല വാങ്ങിക്കണം. ചെലവിനുള്ള കാശൊക്കെ ഞാൻ അണ്ണന് തരാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ ആടിനെ എല്ലാം കൂടെ കൊണ്ടിരുന്ന് വെക്കും. അയ്യോ, അതുങ്ങളെ ഞാൻ കൊടുക്കുവാണോ? എന്നിട്ട് എന്ത് ചെയ്യാനാ? എടി, ഇനിയാണത് അർത്ഥക്കളി. ഞാൻ ഒരു ജോഡി പശുവിനെ മേടിക്കാൻ പോവുക. ഒരു പശു, ഒരു കാളെ. ആഹാ, അത് നല്ലൊരു ഐഡിയ ആണല്ലോ. ആട്ടുംപാലായിരുന്നപ്പോഴും വാങ്ങാൻ ആള് കുറവായിരുന്നു. പശുമ്പാലാകുമ്പോ നാട്ടുകാരെല്ലാരും വാങ്ങുമല്ലോ. എന്നിട്ട് നമ്മുടെ വീടിന്റെ പണിയൊക്കെ തീർക്കണം. പിന്നെ ഒരു ഫ്രിഡ്ജ് വാങ്ങണം. പാലൊക്കെ സൂക്ഷിച്ചേക്കണ്ടേ? കണക്ക് ശരിയാകുന്നില്ലോ. എന്ത് പറ്റിയ ചായ? കണക്കോ? ആ, നമ്മള് കൊടുത്താലും 1/2 ലിറ്റർ പാല് മിച്ചം വരും. അത് സാരമില്ല ചായ, എന്റെ അമ്മയ്ക്ക് സോല കിടക്കുമല്ലേ, ആ പാല് ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. എന്നാ ഞങ്ങളുടെ അച്ഛനും കൊടുത്താലെന്താ? ഞങ്ങളുടെ അച്ഛനും വയ്യാതിരിക്കുക, പാല് കുടിച്ചാൽ അങ്ങനെ കുഴപ്പം. അതെങ്ങനെ ശരിയാവുന്നത്? എന്റെ പിന്നിലെ തന്ന പൈസ കൊണ്ടല്ലേ ഇതൊക്കെ വാങ്ങിയത്. എടി, നിന്റെ ആങ്ങളയ്ക്ക് പലിശയുടെ പലിശ കൂട്ടുപലിശ ഞാൻ കൊടുത്തു. പിന്നെ എന്റെ സ്വന്തം അധ്വാനത്തിലാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത്. നിങ്ങൾ കുറെ ഉണ്ടാക്കും. അതൊന്ന് പഠി, നീ പഠിച്ച എന്റെ അച്ഛനെ വയ്യാതിരുന്നിട്ട് എന്റെ അച്ഛനെ കൊടുക്കാൻ പോകുമ്പോൾ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? നിന്റെ തള്ള ഞാൻ വന്ന് കേറി കഴിഞ്ഞാൽ ഈ തിളപ്പിച്ചാക്കിയല്ലോ. പിന്നെ എന്റെ അച്ഛനിച്ച് പാല് കൊടുക്കാൻ പറ്റില്ല. ഞാൻ തന്ന പൈസയെ? അണ്ണൻ തന്ന പൈസ തന്നെ. പശുവിനെ വാങ്ങിച്ച് നമ്മുടെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടിരിക്കല്ലേ, ഇത്തിരി പാല് കൊടുക്കാൻ പറഞ്ഞാൽ അയാൾ ഈ ശാമനൊക്കെ എന്നെ ചെയ്തത്.
എടാ ഞാൻ മേടിക്കാൻ പോണ 10 ഏക്കർ വാഴത്തോട്ടാ നിന്ന് നശിപ്പിച്ചത്. അതിന് ആര് സമാനം പറയൂടാ? ഏ